ഇന്ന് നവരാത്രി ഹോമം ആദ്യത്തെ ദിവസത്തെയാണ്. സുവർണ കവചം ദുർഗാദേവി. ಎಲ್ಲ ದೇವತೆಗಳು ತಮ್ಮ ಗುಣಗಳನ್ನ ಪಡೆಯುತ್ತಿದ್ದಾರೆ. ಅದು ಮೂರನೇ ಭಾಗ ಇರುತ್ತೆ. ಹೇಗೆ ಪರಶಕ್ತಿಗೆ ಹಲವಾರು ವ್ಯಕ್ತಿತ್ವಗಳಿರುತ್ತೆ, ಹಾಗೆ ಇಲ್ಲಿ ನಾವು 9 ದೇವಿಗಳ ಮೂಲಕ ನಾವು ಅವರ ಗುಣಗಳನ್ನ, ಆ ಶಕ್ತಿನ ನಾವು ಶಕ್ತಿ ಕೇಂದ್ರಗಳು ಜಾಗೃತ നവരാത്രിക്ക് ഇവിടെ കൂടിയിരിക്കുന്നു. നവരാത്രി പറയുമ്പോൾ അതൊരു ഫെസ്റ്റിവലാണ്. വന്നിരിക്കുന്ന സ്ഥലം മുക്തീശ്വരമാണ്. മുക്തീശ്വരം എന്ന് പറയുമ്പോൾ ഏതൊരു വ്യക്തി ഇവിടെ കാണിക്കിയാലും അവർക്ക് ബ്രേക്ക് ത്രൂ ഉറപ്പാണ്. സോ നിങ്ങൾ എല്ലാവരും 9 ദിവസം ഇവിടെ നിന്ന് പോകുമ്പോൾ ഗ്യാരണ്ടി 100% ശ്രീ പരജ്യോതി ഭഗവതി ഭഗവാനുകൾക്ക് ബ്രേക്ക് ത്രൂ തന്നിട്ടേ ഇടങ്ങൾ വീഴുള്ളൂ. സോ നമ്മളെല്ലാവരും ഇന്ന് ഈ ഒരു ആഘോഷത്തിലേക്ക് ഉത്സവത്തിന് വന്നിരിക്കുന്നു. നവരാത്രി എന്ന് പറയുമ്പോൾ ശരിക്കും ഈ 9 ദിവസം ഇത് ഒരു ആഘോഷമായിട്ട് നമ്മുടെ രാജ്യത്തിൽ എല്ലാ സ്ഥലത്തും ആൾക്കാർ ആഘോഷിക്കും. ഈ സമയത്ത് ഒരു പ്രത്യേക ശക്തിയുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഹിന്ദുമതം കേട്ടിട്ടില്ലെങ്കിൽ അതിനുള്ള ഒരു മെയിൻ പീരീഡാണ് നമ്മളുടെ ഈ ഫെസ്റ്റിവൽസ് പറയുന്നത്. ഈ ഉത്സവം എല്ലാ സ്ഥലത്തും ആഘോഷിക്കുമ്പോൾ നമ്മളുടെ ആത്മീയ ശക്തി നമുക്ക് എഴുന്നള്ളി നമ്മളുടെ ഉയർന്ന ചൈതന്യത്തിലേക്ക് പോകാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കും. സോ ഈ നവരാത്രിയിൽ 9 ദിവസം 9 രാത്രിയിൽ ആൾക്കാർ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ഇത് സെലിബ്രേറ്റ് ചെയ്ത് ശരിക്കും നമ്മുടെ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത് മഹിഷാസുരമർദ്ദിനി, അതായത് ദുർഗാദേവി 9 ദിവസം ആ മഹിഷാസുരനോട് അവർ യുദ്ധം ചെയ്ത് അവളെ കൊന്നു. അതിനുശേഷം 10ാമത്തെ ദിവസം അതിന്റെ വിജയം നമ്മൾ ആഘോഷിക്കുന്നതാണ് വിജയദശമി. സോ നമ്മളെല്ലാവരും ആ ഒരു വിജയത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു. ഇത് ശരിക്കും ഏത് കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാലും വിജയം ഉറപ്പാണ്. ശരിക്കും നമ്മളുടെ തിന്മയുടെ മേൽ നന്മയുടെ ഒരു വിജയമാണ് ഈ വിജയദശമി. ഇത് ഈ വിജയം എന്ന് പറയുന്നത് നമുക്ക് ഒരു ബലപ്പെട്ട ഒരു നിധിയാണ്. എല്ലാ മേഖലയിലും വിജയം എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ഈ ഹോമത്തിൽ ദിഗ്വിജയമാണ് നമുക്ക് വരപ്രസാദമായിട്ട് ശ്രീ ഭഗവതി നമുക്ക് നൽകാൻ പോകുന്നത്. സോ ആ സമയത്ത് മഹിഷാസുരൻ അവർക്കുള്ള അഹങ്കാരത്തിൽ കൊന്ന് അമ്മ ആ യക്ഷനെ കൊണ്ടിട്ടാണ് നമുക്ക് വിജയം തന്നത്. ഇപ്പൊ അതേപോലെ നമ്മളെല്ലാവരും ഈ 9 ദിവസവും 9 രൂപത്തിൽ നമുക്കുള്ള യക്ഷനെ ശ്രീ ഭഗവതി നമുക്ക് അനുഗ്രഹം തരാൻ പോകുന്നത്. ദുർഗാദേവി എടുത്തില്ലെങ്കിൽ നമുക്കുള്ളിലുള്ള ഭയം, അതുകൂടാതെ അരക്ഷിതാവസ്ഥ ആ യക്ഷനെ കൊന്നിട്ട് നമുക്ക് അനുഗ്രഹം തരാൻ പോകും. ബാലകൃഷ്ണസുന്ദരദേവി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരാജയങ്ങളും തടസ്സങ്ങളും ഉണ്ട്, ആ യക്ഷനെ കൊല്ലാൻ പോകുന്നു. അതിനുശേഷം ഗായത്രി ദേവിയായിട്ട് നമുക്കുള്ളിലുള്ള ദുഷ്കർമ്മ, നമ്മളുടെ അസുഖം, അതിൽ നിന്ന് നമുക്ക് വിമുക്തി തരാൻ പോകുന്നു, ആ യക്ഷനെ എടുത്തത്. പിന്നെ അന്നപൂരണയായിട്ട് നമുക്കുള്ളിൽ സ്വാർത്ഥം, അതിൽ നിന്ന് നമുക്ക് വിമുക്തി നൽകാൻ പോകുന്നു, ആ യക്ഷനെ കൊന്നിട്ട്. പിന്നെ ലളിതാസുന്ദരിയായിട്ട് നമുക്കുള്ളിൽ എല്ലാവർക്കും ഒരു മടി ഉണ്ടാവും, ആ മടി മാറ്റി ആ യക്ഷനെ കൊല്ലാനായിട്ട്. പിന്നെ അതിനുശേഷം നമുക്ക് സരസ്വതി ദേവിയായിട്ട് നമുക്കുള്ളിലുള്ള വിഡിത്തം, അത് ആ യക്ഷനെ കൊന്നു. പിന്നെ മഹാലക്ഷ്മിയായിട്ട് ദാരിദ്ര്യം ഇല്ലായ്മ, ആ യക്ഷനെ കൊന്നു. മഹിഷാസുരമർദ്ദിനിയായിട്ട് നമുക്കുള്ളിലുള്ള അഹങ്കാരം ഇല്ലാതാക്കി ആ യക്ഷനെ കൊന്നു. പിന്നെ രാജരാജേശ്വരിയായിട്ട് നമുക്കുള്ളിലുള്ള ദുഃഖം ഇല്ലാത്ത അവസ്ഥ നമുക്ക് നൽകാൻ പോകുന്നു. ശരിക്കും നമ്മുടെ കാലങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാമതയ്ക്കുള്ളിൽ ഒരുപാട് ദേവന്മാരുണ്ടാകും. അതുപോലെ നമ്മുടെ ഉള്ളിലും ഒരുപാട് ശക്തി കേന്ദ്രങ്ങളുണ്ട്. ഈ ദൈവങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ ഒരു ശക്തി കേന്ദ്രമായിട്ടുണ്ട്. സോ അതേപോലെ അത് ചിലർക്ക് ഉറങ്ങിയിട്ടുണ്ടാകും, ചില ശക്തികൾ ഉറങ്ങിയിട്ടുണ്ടാകും, ചിലർ ഉണർന്നിട്ടുണ്ടാകും, ചിലർക്ക് ഒരുപാട് ഉറങ്ങിയിട്ടുണ്ടാകും, ചിലർ ഉണർന്നിട്ടുണ്ടാകും. പക്ഷെ ഇവിടെ ഈ ലോകത്തിൽ ഈ പുണ്യക്ഷേത്രത്തിൽ ഈ 9 ശക്തികളെ ഉണർത്തിയിടാനായിട്ടാണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഈ 9 ശക്തികളെ കൊണ്ട് ഉണർത്തിയിടാൻ പോകുന്നത്. 7 ശക്തികളാണ് നമ്മുടെ ഉള്ളത്. സോ ദുർഗാദേവി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏതൊരു കാര്യം എടുക്കുന്നതിന് അത് പ്രത്യേക ഗുണങ്ങളുണ്ടാകും. മാമ്പഴം എന്ന് പറയുമ്പോൾ മധുരമാണ്. ഇപ്പോ കാട് പറയുമ്പോൾ ഒരു ക്വാളിറ്റി ഉണ്ടാകും. അതുപോലെ ഓരോ ദേവിക്കും ഇപ്പോ ഈ പരഞ്ചോതി എന്ന് പറയുമ്പോൾ പല വ്യക്തിത്വങ്ങളാണ് പരഞ്ചോതിയിൽ ഐക്യമായിരിക്കുന്നത്. അതിൽ ദുർഗാദേവി അംശം എടുത്തിട്ടുണ്ടെങ്കിൽ ധൈര്യമാണ്. ഇപ്പോൾ ഇത് നമുക്ക് ആ ഒരു വൈദ്യുതി ഉണർത്തിയിടാൻ പോകുന്നത്. അതേപോലെ ബാലകൃഷ്ണസുന്ദരി നമ്മളുടെ കാര്യസിദ്ധി, അതിനുശേഷം ഗായത്രി ദേവി നമ്മളുടെ ആരോഗ്യം, അതിനുശേഷം അന്നപൂർണിയായിട്ട്
പിന്നെ ഹംസാശ്രമത്തിനായിട്ട് ദിഗ്വിജയം, പിന്നെ അത് കഴിഞ്ഞ് രാജരാജേശ്വരിയായിട്ട് നമുക്ക് മുക്തി, ഉയർന്ന ചൈതന്യ സ്ഥിതി. സോ ഇങ്ങനെ ഈ 9 പോയിന്റ് നമ്മുടെ ശക്തി കേന്ദ്രം ഉണർത്തി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇഹം പരം ഇത് രണ്ടും നമുക്ക് പൂർത്തീകരണമാകും. സോ ശ്രീ അമ്മഭഗവാന്റെ സങ്കല്പം ഈ ഹോമത്തിൽ അത് തന്നെയാണ്. മുക്തിമോക്ഷ ക്ലാസ്സിൽ ശ്രീ ഭഗവാൻ പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടുണ്ടാകും. സോ ശ്രീ ഭഗവാൻ പറഞ്ഞു ഞങ്ങളുടെ ഉദ്ദേശം മുക്തിയാണ്, പക്ഷെ ആ മുക്തി കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് പല കാര്യങ്ങളും ലൗകിക ലോകത്തിൽ സാധിച്ചു കിട്ടണം. സോ അത് ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കൊടുത്ത് നിങ്ങൾക്ക് അത് തടസ്സമായിരിക്കുന്ന കർമ്മങ്ങളെല്ലാം എടുത്ത് നിങ്ങൾക്ക് മുക്തി വളരെ ഫാസ്റ്റായിട്ട് നൽകാൻ പോകുന്നത് ഈ ഹോമത്തിൽ. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അതുമാത്രമല്ല ഈ ഭാവിയിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാനുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ശ്രീ പരമേശ്വരി ഭഗവതി ഭഗവാൻ സംരക്ഷണം നൽകാൻ പോകുന്നു. സോ നിങ്ങൾക്ക് രക്ഷാകവചം ഈ ഹോമത്തിൽ ഉണ്ടാവും. പിന്നെ അതിനുശേഷം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രീ ദുർഗാദേവി ഹോമമാണ്. ശ്രീ ദുർഗാദേവി എന്ന് പറയുമ്പോൾ തന്നെ ദുഷ്ടശക്തികളിൽ നിന്ന് മോചനം, നമുക്കുള്ള ഭയം, അരക്ഷിതാവസ്ഥ അതില്ലാതാക്കി നമുക്കുള്ള ധൈര്യം നമുക്ക് തന്ന് സുവർണ കവച രക്ഷാകവചം നമുക്ക് ഇന്ന് ശ്രീ ദുർഗാദേവി നമുക്ക് തരാൻ പോകുന്നത്. ഈ ഹോമത്തിൽ 3 വിഷയങ്ങൾ നമുക്ക് നടക്കും. ഒന്നാമത് ദുർഗാദേവി, ദുർഗാദേവിയുടെ സമ്പൂർണ്ണ ആശീർവാദം ഈ ഹോമത്തിൽ കിട്ടും. രണ്ടാമത് നമുക്ക് ദീക്ഷ, അതിശക്തമായ ദീക്ഷ ഉണ്ടാവും. അതായത് സുരക്ഷാ കവചം നമുക്ക് ഈ ദീക്ഷയിൽ കൂടി നമുക്ക് കിട്ടും. ഭാവിയിൽ വരാനുള്ള എല്ലാ ആപത്തുകളിൽ നിന്ന് നമുക്ക് മോചനം. പിന്നെ അതിനുശേഷം നമുക്ക് അമ്മാവന്മാരുടെ അനുഗ്രഹമുണ്ട്. ഈ ഹോമത്തിൽ എന്ത് ദുർഗാദേവി ഹോമത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ അതിന്റെ ഫലം നമുക്ക് ലഭിക്കും. ഈ ഹോമത്തിൽ നമുക്ക് എന്ത് കിട്ടും? ഭയം, ദുഃഖം, എന്തൊക്കെ നമുക്ക് ദുഷ്ടശക്തി, നമ്മുടെ കണ്ണീര്, വിരോധികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഈ നെഗറ്റീവായിട്ടുള്ളതെല്ലാം നമുക്ക് മാറ്റി ഉയർന്ന പദവി, സ്ഥാനമാനങ്ങൾ, പ്രൊമോഷൻ ഇതെല്ലാം നമുക്ക് തന്ന് എല്ലാത്തിനും നമുക്ക് പ്രൊട്ടക്ഷൻ, ഭാവിയിൽ വരാനുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചനം തന്ന് നമ്മുടെ രക്ഷാകവചമായിട്ട് നമ്മൾ അനുഗ്രഹിക്കാനുള്ള ഹോമമാണ്. ഒരേ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഈ ഹോമത്തിലോട്ട് പോകാം. ഒരു ഡിവോട്ടി ഇതുപോലെ ഇവർക്ക് ദുർമാന്ത്രികം ആലോചിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ജീവിതത്തിൽ അനുഭവിച്ചു. ഒരാൾ സാമ്പത്തിക പ്രതിസന്ധി വെച്ചാൽ ഭയങ്കര പ്രോബ്ലമാണ്. ഇവർക്ക് വീട്ടിൽ ആൾക്കാരുടെ പ്രശ്നങ്ങളാണ്, അവരുടെ ഭർത്താവിന് ജോലിയില്ല, ജോലി നഷ്ടപ്പെട്ടു, അങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയിലിരുന്നു. പല ആൾക്കാർക്കും ദുഷ്ടശക്തി ഉണ്ട്, നിങ്ങളുടെ വീട്ടിൽ ദുർമാന്ത്രികമുണ്ട്, എന്തോ നെഗറ്റീവ് ചൊല്ലി കാണിച്ചിട്ട് പോവാത്ത സ്ഥലമില്ല, പോവാത്ത അമ്പലങ്ങളില്ല, കാണാത്ത ആൾക്കാരില്ല. പക്ഷെ ഇവിടെ പോയിട്ട് അവർക്ക് ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. ആ സമയത്താണ് ശരിക്കും അവരുടെ ഫ്രണ്ട് വന്നിട്ട് ഈ സമയം നവരാത്രി നടത്തുന്നത് ദേവിയുടെ അനുഗ്രഹം വേണമെങ്കിൽ നീ ഹോമത്തിൽ പങ്കെടുത്ത് പറഞ്ഞു. അവസാനം ഒടുവിൽ അത് വന്നത് ഇവിടെ വന്ന് പങ്കെടുത്തു. വന്നിട്ട് ഹോമത്തിൽ പ്രാർത്ഥിച്ച സമയം തന്നെ അവർ പ്രാർത്ഥിച്ചു പോകുന്നുണ്ട്. ശ്രീമൂർത്തിയിൽ നിന്ന് അമ്മാവോട് മഞ്ഞൾപ്പൊടി വെച്ച് തരുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കണ്ടുകൊണ്ട് ഭയങ്കര സന്തോഷം. ആൾക്കാർ പറഞ്ഞിട്ട് ആർക്കും ഒരു വിശ്വാസം ഒന്നുമില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായിട്ട് എല്ലാ അമ്മാവോടും ഇത് തരുന്നു. പിന്നെ അതിനുശേഷം ഒരു ദിവസം നീര് ഭജന ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. സഡനായിട്ട് അവിടെ അമ്മ ഒന്നിലും പറയുന്നുണ്ട്, ഈ സ്ഥലം വളരെ വൃത്തികെട്ടതായിരിക്കും, വൃത്തിയാക്കണം ഒരു പവർഫുള്ളായിട്ട് പറയുന്നു. പെട്ടെന്ന് അവർ എന്ത് ചെയ്ത് ഉടനെ അവരെല്ലാം വൃത്തിയാക്കുമ്പോൾ എന്തോ ഒരു വൃത്തികെട്ട രൂപം അതിൻ്റെ അടിയിലുണ്ട്. ഭയങ്കര സ്മെല്ലാണ്. അത് എടുത്ത് ദൂരത്ത് കളർ പറഞ്ഞതിന് ശേഷം അതിൻ്റെ വൃത്തികെട്ട സ്മെല്ലൊന്നും വീട്ടിലൊന്നും ഇല്ല. അതിനുശേഷം അവർ നോക്കിയപ്പോൾ വീണ്ടും ഒരു ദിവസം അമ്മ പറഞ്ഞു വീട് മൊത്തം വൃത്തിയാക്കും. വൃത്തിയാക്കുമ്പോൾ ശരിക്കും അവരുടെ മകളുടെ വീട്ടിലും മുറിയിലും ഉണ്ടായിരുന്നു. സോ അതൊക്കെ എടുത്ത് കളഞ്ഞപ്പോൾ ഒരു ചിക്കയുടെ മുട്ടയുടെ സ്മെല്ല് അതൊക്കെ പോയി. അത് കഴിഞ്ഞതിന് ശേഷം ലൈഫിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു മാറ്റം അമ്മകളുടെ അനുഗ്രഹം കൊണ്ട് ശരിക്കും മംഗളമായിട്ടുള്ള ശക്തികൾ അവരുടെ വീട്ടിൽ വരാൻ തുടങ്ങിയപ്പോൾ കളഞ്ഞുപോയി നഷ്ടപ്പെട്ട അവരുടെ ജോലി അവരുടെ ഹസ്ബൻഡിന് തിരിച്ചു കിട്ടി, അവരുടെ മകൾക്ക് കിട്ടി. ഇന്ന് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച, ആ പ്രതിസന്ധി എല്ലാം മാറി ലൈഫിൽ വളരെ ഹാപ്പി ആയിരിക്കുന്നു. ഇന്ന് ലൈഫിൽ ഏത് കാര്യത്തിൽ മുന്നോട്ട് പോകാനുള്ള ധൈര്യം ശക്തി അമ്മ അവർക്ക് തന്നിട്ടുണ്ട്. സോ ഈ ഹോമത്തിൽ നമുക്കും നമുക്കറിയാത്ത പല ദുശക്തികൾ എന്തൊക്കെ നമ്മൾ പിടിച്ചു കളിക്കുന്നുണ്ടോ അതിൽ നിന്ന് അമ്മ നമുക്ക് തരാൻ പോകുന്നു. സോ എല്ലാ ഭക്തരും കൈകൾ നമസ്കാരം മുദ്രയിൽ വെച്ച് ഇപ്പോൾ നമുക്ക് ദുർഗാദേവിയുടെ അനുഗ്രഹം സമ്പൂർണ്ണമായി കിട്ടണം. അതിനുവേണ്ടി പ്രത്യേക മുദ്രകളും മന്ത്രങ്ങളും ഈ ഹോമത്തിലുണ്ട്. എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കും. ओम गणानात्मा गणपतिं हवामहे कविं कवीनामो वशवस्ते
ಇದು ಆಚರಣೆ ಮಾಡ್ತಿದ್ದೀರ. ಈ ಸಮಯದಲ್ಲಿ ಸ್ವಲ್ಪ ನೀರನ್ನ 3 ಸಾರಿ ಕುಡಿತೀರ ಮತ್ತು 4ನೇ ಸಾರಿ ಕೈಗಳನ್ನ ತೊಳ್ಕೊಳ್ತೀರ. ಆಚರಣೆ ಈ ಸಮಯಕ್ಕೆ 3 ತವಣ ಮತ್ತು ಉಜ್ಜಿದ ಸಲಿಗೆಗಳು ಕುಡಿಸಿ 4ನೇ ತವಣ ಕೈಗಳಿಂದ ಓಂ ಕೇಶವಾಯ ಸ್ವಾಹ, ಓಂ ನಾರಾಯಣಾಯ ಸ್ವಾಹ, ಓಂ ಮಾಧವಾಯ ಸ್ವಾಹ, ಗೋವಿಂದಾಯ ನಮೋ ವಿಷ್ಣುವೇ ನಮೋ ಮಧುಸೂದನಾಯ ನಮಃ, ಓಂ ತ್ರಿವಿಕ್ರಮಾಯ ನಮೋ ಕಾಲಾಯ ನಮೋ ಶೇಖರಾಯ ನಮಃ, ಓಂ ಋಷಿಕೇಶಾಯ ನಮೋ ಪದ್ಮನಾಭಾಯ ನಮೋ ದಾಮೋದರಾಯ ನಮಃ, ಓಂ ಸಂಕರ್ಷಣಾಯ ನಮೋ ವಾಸುದೇವಾಯ ನಮೋ ಪ್ರದ್ಯುಮ್ನಾಯ ನಮಃ, ಓಂ ಅನಿರುದ್ಧಾಯ ನಮೋ ಪುರುಷೋತ್ತಮಾಯ ನಮೋ ಮಧೋಕ್ಷರಾಯ ನಮಃ, ಓಂ ನಾರಸಿಂಹಾಯ ನಮೋ ಅಚ್ಯುತಾಯ ನಮೋ ಜನಾರ್ದನಾಯ ನಮಃ, ಓಂ ಉಪೇಂದ್ರಾಯ ನಮೋ ಹರಯೇ ನಮೋ ಶ್ರೀಕೃಷ್ಣಾಯ ನಮಃ, ಓಂ ಶ್ರೀ ಭಗವತೆ ನಮಃ. ಈಗ ಸ್ಥಳ ಶುದ್ಧಿ ಇರುತ್ತೆ. ಸ್ವಲ್ಪ ಕೈಯಲ್ಲಿ ನೀರನ್ನು ತಗೊಳ್ತೀರ. ಮಂತ್ರೋಪಚಾರಣೆ ಆಗ್ಬೇಕಾದ್ರೆ ನಿಮ್ಮ ಸುತ್ತಲೂ ಕೂಡ ಪ್ರೋಕ್ಷಣೆ ಮಾಡ್ಕೊಳ್ತೀರ. ഈ സമയത്ത് സ്ഥലശുദ്ധി നിങ്ങൾ ഉത്തരയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് മാന്ത്രോപചാര സമയത്ത് അവർക്ക് കൊടുക്കുന്ന ദുശക്തികളെ വിട്ട് നിങ്ങളോട് നിങ്ങളുടെ തലയിൽ ചുറ്റി എടുക്കുക. ಈಗ ದರ್ಬೆಯಿಂದ ಮಾಡಿರುವಂತಹ ಪವಿತ್ರವಾದ ನೀವು ಮಂತ್ರೋಪಚಾರಕ್ಕೆ ಆಗಬೇಕಾದ್ರೆ ನಿಮ್ಮ ಉಂಗುರದ ಬೆರಳಲ್ಲಿ ಧರಿಸ್ತೀರ. ಮಂತ್ರೋಚ್ಚಾರ ಸಮಯത്ത് പവിത്ര ഹൃദയ മുദ്രകളിടുക. Thank you.
ओम श्रीमाननाथपतये नमः अमृतोपमाने दयामि ओम भूर्भुवस्स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 
ಈಗ ನಿಮ್ಮ ಕೈಗಳನ್ನು ಶಿರಸ್ಸಿನಲ್ಲಿ ಇಟ್ಕೊಳ್ತೀರ. ಆರತಿಯಲ್ಲಿ ಭಾಗವಹಿಸಿ. ಈಗ ನಾವು ಕಳಶ ಪೂಜೆಯನ್ನು ಮಾಡ್ತಿದ್ದೀವಿ. ಈ ಸಮಯದಲ್ಲಿ ಸಾಕ್ಷಾತ್ ಶ್ರೀ ಪರಂಜ್ಯೋತಿ ಭಗವತಿಯನ್ನ ನಾವು ಇಲ್ಲಿ ಆವಾಹನೆ ಮಾಡ್ತಿದ್ದೀವಿ. ನವಗ್ರಹ ದೇವತೆಗಳು, ಅಷ್ಟದಿಕ್ಪಾಲಕರು, ಎಲ್ಲ ದೇವಿ ದೇವತೆಗಳನ್ನ ಕಳಶದಲ್ಲಿ ಆವಾಹನೆ ಮಾಡ್ತೀವಿ. ಶ್ರೀ ಸುವರ್ಣ ಕವಚ ದುರ್ಗಾ ದೇವಿಯನ್ನ ಕೂಡ ನಾವು ಆವಾಹನೆ ಮಾಡಿ ಆ ದೇವಿಗೆ ನಾವೆಲ್ಲರಿಗೂ ದರ್ಶನ ಕೊಟ್ಟು ಇವತ್ತು ಆ ದೇವಿಯ ಮುಖವನ್ನ ನೀವು ಚಿತ್ರೀಕರಣ ಮಾಡಿಕೊಂಡು ಆ ದೇವಿಯೇ ಇವತ್ತು ಸಾಕ್ಷಾತ್ ದರ್ಶನ ಕೊಟ್ಟು ಇಲ್ಲಿ ಪವರ್ಫುಲ್ ಆಗಿ ಬಹಳ ಶಕ್ತಿಯುತವಾಗಿ ಬರ್ತಾರೆ. ಸೊ ಈಗ ನಾವು ಕಳಶದಲ್ಲಿ ಆವಾಹನೆ ಮಾಡೋಣ. ഇപ്പോൾ കലശ പൂജ ചെയ്യാൻ പോകുന്ന ഈ സമയത്തുള്ള കലശത്തിൽ ശ്രീ പരംജ്യോതി, സുവർണകവച ദുർഗാദേവി, നവഗ്രഹങ്ങൾ, അഷ്ടദിക്പാലകർ, എല്ലാ ദേവതകളുമായും നമ്മൾ ആവാഹനം ചെയ്യാൻ പോകുന്ന ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഈ പൂജയ്ക്ക് നമ്മൾ പുറത്ത് ചെന്നതിന് ശേഷം ഏത് സമയത്ത് ഏത് കാര്യത്തിന് വേണ്ടി അനുഗ്രഹം ചോദിച്ചാലും എല്ലാവരും നമ്മളൊന്ന് സഹായിക്കും. അത്രയും പവിത്രമായിട്ട് ഈ പൂജ ചെയ്ത് എല്ലാവരും നമ്മുടെ കയ്യിൽ നമസ്കാരം വെച്ച് ഇപ്പൊ എല്ലാവരും ഈ പൂജയിൽ പങ്കെടുത്ത്
ಮೊದಲಿರುವರು ಆವಾಹನೆ ಮಾಡುತ್ತೀವಿ. ನಾವು ಈಗ ಶ್ರೀ ಸುವರ್ಣ ಕವಚ ದುರ್ಗಾ ದೇವಿಯನ್ನ ಸಾಕ್ಷಾತ್ ದೇವಿಯಲ್ಲಿ ಹೋಮಕುಂಡದಲ್ಲಿ ಆವಾಹನೆ ಮಾಡ್ತೀವಿ. ಈಗ ಆ ದೇವಿ ರಕ್ತವರ್ಣದ ಸೀರೆಯನ್ನು ಕೊಟ್ಟು ಬಂಗಾರದ ಕಾಂತಿಯಿಂದ ಬೆಳಗದ 8 ಅಸ್ತ್ರಗಳನ್ನು ಧರಿಸಿ ಆ ದೇವಿ ಸಿಂಹವಾಹಿನಿಯಾಗಿ ಶೇರಾವಳಿಯಾಗಿ ಈಗ ಅಮ್ಮ ಮತ್ತು ನಮ್ಮೆಲ್ಲರಿಗೂ ದರ್ಶನವನ್ನು ಕೊಡ್ತಾರೆ. ಕೊಡೋದು ಮಾತ್ರ ಅಲ್ಲ, ನಮ್ಮ ಒಳಗೆ ಇರುವ ದುಷ್ಟ ಶಕ್ತಿಗಳನ್ನು ನಾಶ ಮಾಡಿ ಆ ದೇವಿ ಬರ್ತಾಳೆ. ಸೊ ಈಗ ನಾವು ಆ ದೇವಿಯನ್ನು ಆವಾಹನೆ ಮಾಡಬೇಕಾದ್ರೆ ಒಂದು ಮುದ್ರೆಯಲ್ಲಿ ಕುಳಿತುಕೋಬೇಕು. ಸೊ ಈಗ ಸ್ತ್ರೀನಲ್ಲಿ ತೊಡಗಿಸ್ತಾ ಇರುವಂತಹ ಆ ಮುದ್ರೆಯಲ್ಲಿ ಕುಳಿತುಕೊಳ್ತಾ ಈಗ ನಾವು ಆವಾಹನೆ ಮಾಡಿ ഇടുന്ന സമയമാണ്. നമ്മളെല്ലാവർക്കും ഇവിടെ എങ്ങനെ രക്ഷാകവചം ഇട്ടതോ 3 തവണ അതുപോലെ തന്നെ ശരീരത്തിൽ നിങ്ങൾ രക്ഷാകവചമിട്ട് ദീക്ഷയെടുക്കുക. ഇത് അതിമുഖ്യമായ സമയം. ദുർഗാ സുവർണ്ണ കിരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ സമയത്ത് നമുക്ക് രക്ഷാകവചം ഇടുന്ന സമയമാണ്. ada samita tatti vidumo
ಈಗ ಹೋಮದಲ್ಲಿ ಜಯಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ಜಯಾದಿ ಹೋಮ ಮಾಡೋಣ. ಈಗ ಹೋಮದ ವಿಜಯಕ್ಕೆ ವೇണ്ടി ಜಯಾದಿ ಹೋಮ. Bhagavati Navaratri Homa 2025 Andhra Srimati and Shri Vijaya Natarajan Ji family, Trivandrum. Srimati and Shri Radhika Pandarinath Ji family, Palakkad. Srimati and Shri Rani Gopakumar Ji family, Trivandrum. Srimati Shailaja Ji family, Trivandrum. Srimati and Shri Gayatri Arjun and Hari Krishna Ji family, Trivandrum. Srimati and Shri Shubha Vijay Ji family, Trivandrum. Srimati and Shri Varaja Vijayanath Ji family, Ernakulam. Srimati and Shri Dhanalakshmi Ramanathan Ji family, Ernakulam. Shri Shinjit Shahji Ji family, Ernakulam. Srimati and Shri Sarita Suresh Ji family, Malappuram. Srimati and Shri Rema Gopakumar Ji family, Bakre. Srimati and Shri Rema Kalikaran Ji family, Australia. Srimati and Shri Antarasi Selvam Ji family, USA. Srimati and Shri Aparna Anu and Radhika Ji family, Bahrain. Shri Sriram and Shri Vatsal Ji family, Trivandrum. Srimati and Shri Chindraman and Sami Muthu Ji family, USA. Srimati and Shri Srinisha Pramod Ji family, Thrissur. Shri Paranjyoti Amma Bhagavan Sevas, Trivandrum. Shri Paranjyoti Amma Bhagavan Sevas, Ernakulam. Shri Paranjyoti Amma Bhagavan Sevas, Thrissur. Shri Paranjyoti Amma Bhagavan Sevas, Palakkad. Nandri, Namaste. ഇപ്പോൾ ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന ചെയ്ത് ഓം ശ്രീ സേവാദേവ പരം കരുണ പരം ജ്യോതി നമഃ. ഓം अन्नदाता सुखी भव. अन्नदाता सुखी भव. अन्नदाता सुखी भव. ಸೊ ಈಗ ನಾವೆಲ್ಲರೂ ಆರತಿಯನ್ನು ಕೊಡೋಣ. ಆರತಿ ಆದ ನಂತರ ನೀವೆಲ್ಲರೂ ಲಂಚ್ಗೆ ಹೋಗ್ತೀರಾ. ಊಟ ಮಾಡ್ಕೊಂಡ ನಂತರ ಕರ್ನಾಟಕ ಮಕ್ಕಳಿಗೆ ಕ್ಲಾಸ್ ಇರುತ್ತೆ. ಸೊ 2:45 2 ಗಂಟೆ ಹೋಗಿ 45 ನಿಮಿಷ ನೀವು ಹೋಗಿ ಊಟ ಮಾಡಿಕೊಂಡು ಎಲ್ಲರೂ ಕ್ಲಾಸ್ ರೂಮ್ಗೆ ಹೋಗಿ ಸ್ವಲ್ಪ ನದಿ ಶವಾಸನದಲ್ಲಿ ಇರ್ತೀರಾ. ಇಮಿಡಿಯೇಟ್ ಆಗಿ ಕ್ಲಾಸ್ ಸ್ಟಾರ್ಟ್ ಆಗುತ್ತೆ. ಆಮೇಲೆ ಕಲ್ಕೆ ಆಗನ 3 ಗಂಟೆಗೆ ಸ್ಟಾರ್ಟ್ ಆಗುತ್ತೆ. ಸೊ ಯಾರಾದರೂ ಹೋಗ್ಬೇಕಂತಂದರೆ ಕಲ್ಕೆ ಆಗನ ಮಾಡಿಕೊಂಡು ನೀವು ಹೋಗ್ಬೋದು. ಫಸ್ಟ್ ಕ್ಲಾಸ್ ಮುಗಿಸ್ಕೊಂಡು ಕಲ್ಕೆ ಆಗ 5 ಗಂಟೆ ತನಕ ಇರ್ತದೆ. ಸೊ ಕ್ಲಾಸ್ ಮುಗಿಸ್ಕೊಂಡು ಆಮೇಲೆ ಕಲ್ಕೆ ಆಗ ಮುಗಿಸ್ಕೊಂಡು ಕೊಂಡೋಗಿ ಹೋಗ್ಬೋದು. ಸೊ ಎಲ್ಲರೂ ನಿಂತ್ಕೊಳ್ಳಿ. ಈಗ ನಾವು ಆರತಿ ಕೊಡೋಣ. ഇപ്പോൾ ശ്രീ പരഞ്ചോതി ഭഗവാൻ ആരത്തി എടുക്കാം. ആരത്തിക്ക് ശേഷം എല്ലാവരും ലഞ്ച് കഴിച്ചിട്ട് ചെറുതായിട്ട് റെസ്റ്റ് എടുത്തിട്ട് 3:45 എല്ലാവരും ക്ലാസ് റൂമിൽ വരണം. നമുക്ക് പ്രോസസ് ഷാർപ്പായിട്ട് 4 മണിക്ക് തുറന്നു. സോ എല്ലാവരും 3:45 വരണം. എല്ലാവരും എഴുതി ജയ ഗോപാല കൃഷ്ണ ഭഗവാൻ.